അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇതാണ്. നമ്മുടെ ബ്രെംബോയുടെ ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റം വാങ്ങിയിട്ടുണ്ട്. കാര്യം നമ്മുടെ ബ്രേക്ക് ഡാമേജ് ആണ്. നമ്മുടെ മാസ്റ്റർ സിലിണ്ടർ പോയി. ഇപ്പം ബ്രേക്ക് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ എന്നാൽ ഒന്ന് സ്ലോ ആയിട്ട് പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവനിങ്ങനെ അടുത്ത് പോരും, നമ്മുടെ ബ്രേക്ക് ഫെയിലാവും. അപ്പോൾ മാസ്റ്റർ സിലിണ്ടർ മാറുന്നതിന് പകരം നമ്മളൊരു ഫുള്ള് ഹൈഡ്രോളിക് സിസ്റ്റം തന്നെ വാങ്ങി നമുക്ക് നേരെ കമ്പനി വർക്ക്ഷോപ്പിലേക്ക് പോയേക്കാം. ഹായ്, തോമാര് വന്നില്ലടാ. എടാ, അല്ലെങ്കിൽ നമുക്ക് മിറർ വെക്കാതിരുന്നാലും. ഇത് നോക്കിക്കേ ചേർന്ന് ഞങ്ങൾ മൂന്നും കൂടെയായിരുന്നു. അപ്പോൾ ഒന്ന് ഓടിച്ചു നോക്കാൻ ഇറങ്ങിയതാണ്. ബിഹേവിങ് നൈസ്. നമുക്ക് ABS കിക്കും ചെയ്യുന്നുണ്ടോ എന്നും കൂടെ നോക്കിയേക്കാം. ബാക്കിൽ വണ്ടിയൊന്നുമില്ല, കിക്കും ചെയ്യുന്നുണ്ട്, പക്ഷേ ലിവർ ഇങ്ങ് അടുത്ത് വന്നു. നമ്മുടെ ക്ലച്ച് ലിവർ അത്ര പ്രോപ്പറായിട്ടില്ല. എൻ്റെ പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റോക്ക് വരുന്നതും ഈ ബ്രെംബോയുടെ ഇതുമായിട്ട് ഹൈറ്റ് നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ കേബിളിനാണെങ്കിൽ കറക്റ്റ് ലെങ്ത്തും ആ സ്റ്റോക്ക് ലിവറുമായിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഇച്ചിരി ടൈറ്റായിട്ടാണ് നിൽക്കുന്നത്. ഹാൻഡിലൊക്കെ വട്ടം തിരിക്കുമ്പോൾ ക്ലച്ചിൻ്റെ പ്ലേ മാറി മാറി വരുന്നുണ്ട്. അതും ഇടയ്ക്ക് നമ്മൾ ഗിയർ ഡൗൺ ചെയ്ത് ക്ലച്ച് പിടിച്ച് കഴിയുമ്പോൾ വണ്ടി ഓഫായി പോകുന്നുമുണ്ട്. അപ്പോൾ ഞാൻ അല്ലെങ്കിലും ഈ ക്ലച്ച് ലിവർ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ക്ലച്ച് സ്റ്റോക്ക് തന്നെ ആക്കാനുള്ള പരിപാടിയാണ്. ചേട്ടാ, ഇതൊന്ന് ഇങ്ങോട്ട് മാറിക്കടാ. സെറ്റായി. ഓരോന്നൊക്കെ കൊണ്ടുവന്ന് വെച്ച് മര്യാദയ്ക്ക് ഓടുന്ന വണ്ടി മേല. കേബിളിലിടുന്ന ബ്രെംബോയുടെ ക്ലച്ച് ഇടാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ കേബിള്, അതായത് ലെങ്ത് ഉള്ള കേബിൾ വാങ്ങിക്കണം. കേബിൾ വാങ്ങുമ്പോഴേ അത് റൂട്ടൊക്കെ പക്കയായിട്ട് ചെയ്ത് കറക്റ്റായിട്ട് തന്നെ ഇടണം. അപ്പോൾ മൊത്തത്തിൽ വണ്ടി പക്കയാക്കിയിട്ടുണ്ട്. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഇപ്പോൾ ഇങ്ങനെ അങ്ങ് പോയാൽ മതിയായിരുന്നു.